കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നല്ല, രണ്ടല്ല, 10 അല്ല, അതിൽ കൂടുതൽ പ്രോഗ്രാമിൽ ഞാൻ ഈശാന കോണിനെ പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും ആവർത്തിച്ചത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇത് മനസ്സിലായിട്ടാണോ അതോ മറ്റു പ്ലാൻ വരച്ച് കൊടുക്കുന്നവർ അങ്ങനെ ചെയ്തിട്ടാണോ എന്നെനിക്കറിയില്ല. പലരും ഇത് തെറ്റായ രീതിയിൽ ഈ ഒരു കോണിനെ കണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ഇപ്പം വാസ്തുവിനെ പറ്റി പറയുമ്പോൾ അവർ ആദ്യം ചിന്തിക്കുന്നത് കന്നിമൂലയാണ്. ആ കന്നിമൂല ഭാഗത്ത് യാതൊരു കുഴപ്പവുമില്ല. കന്നിമൂല ഭാഗത്ത് സ്റ്റെയർ കേസ് വന്നിട്ടില്ല, കന്നിമൂല ഭാഗത്ത് അടുക്കള വന്നിട്ടില്ല, കന്നിമൂല ഭാഗത്ത് മിസ്സിംഗ് ആയിട്ട് കിടപ്പൂല, അവിടെ ടോയ്ലറ്റ് വന്നിട്ടില്ല, കന്നിമൂല പക്കയാണ്, പിന്നെ വാസ്തു ക്ലിയർ അല്ലേ, പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഒരു ദിക്ക് മാത്രം ശരിയായതെന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ മൊത്തം വാസ്തുവും ശരിയാവത്തില്ല. ഇപ്പം നമ്മളുടെ ശരീരത്തിൻ്റെ കൈക്ക് വലത്തെ കയ്യിലൊരു മുറിവുണ്ട്, അത് ഉണങ്ങിയെന്നും പറഞ്ഞ് ഇടത്തെ കൈ സുഖമാവണം എന്നില്ല എന്ന് പറയുന്നത് പോലെ നമ്മളുടെ പ്രശ്നം എന്താണോ അത് നമ്മൾ നോക്കി അതിനെ കറക്റ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ഈശാന കോണിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഈശാന കോൺ നഷ്ടപ്പെട്ടു പോയാൽ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സ്ക്വയർ വരയ്ക്കാം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിനെ നമ്മൾ കറക്റ്റ് 9 കളങ്ങളാക്കി തിരിച്ചു. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. സൗത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, ഒരു ബ്രഹ്മസ്ഥാനം. ഇങ്ങനെയാണ് നമ്മളിതിനെ എടുത്തത്. അപ്പോൾ നമുക്ക് ഈശാന കോണിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട്. എല്ലാ വീട്ടിലും ഒരു വാസ്തു പുരുഷൻ അല്ലെങ്കിൽ എല്ലാ ഭൂമിയിലും ഒരു വാസ്തു പുരുഷൻ ഉണ്ട് എന്നൊരു സങ്കല്പമുണ്ട്. ഇദ്ദേഹം ഇതിനകത്ത് ഈ ഭീമാകാരമായ ശരീരത്തോടു കൂടി ഇതിനകത്ത് കിടക്കുന്നതായിട്ടാണ് സങ്കല്പം. ഇദ്ദേഹത്തിൻ്റെ ശിരസ് വടക്ക് കിഴക്ക് ഭാഗത്തും പാദം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് ഈ രീതിയിൽ കിടക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വടക്ക് കിഴക്ക് ഭാഗത്ത് ശിരസ് വന്നു. അപ്പം ഒരു വ്യക്തിക്ക് കൈയില്ല. കൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം കൈ വരുന്ന ഭാഗം നഷ്ടപ്പെട്ടു പോയി. ആ വ്യക്തി മുന്നോട്ട് പോകും. കാലില്ല എങ്കിലും ആ വ്യക്തി ജീവിക്കും. അതേസമയം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ശിരസ് നഷ്ടപ്പെട്ടു പോയാലോ? അപ്പോൾ ഒരു വീട്ടിൽ വടക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോവുക എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? വാസ്തുപുരുഷന്റെ ശിരസ് ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് ഒരു ജീവനുള്ള ഒരു വസ്തുവാണ്, അതിൻ്റെ ശിരസ് നഷ്ടമായി. അങ്ങനെയാണെങ്കിൽ ആ വീടിൻ്റെ അഭിവൃദ്ധി അതോടെ നിൽക്കും. വടക്ക് കിഴക്ക് നഷ്ടപ്പെട്ടു പോയ വീടെന്ന് പറയുന്നത് അഭിവൃദ്ധി ഇല്ലാത്ത വീടായി മാറും. അപ്പോൾ വടക്ക് കിഴക്കിൻ്റെ പ്രാധാന്യം എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫെങ്ഷു പ്രകാരം പറയുകയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് അവിടെ വാസ്തുപുരുഷന്റെ സങ്കല്പമില്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് പറയുന്നത്. ഇപ്പോൾ വടക്ക് കിഴക്ക് നഷ്ടപ്പെട്ടു പോയൊരു വീടെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഇല്ലാത്തൊരു വീടാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തുവിൽ എന്ത് പറയുന്നു? ഈശാന്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വീടിന് അഭിവൃദ്ധിയില്ല, മൂത്ത മകനും ഗൃഹനാഥനും ക്ഷയിക്കും എന്ന് പറയുന്നു. അപ്പോൾ നമുക്കൊരു കാരണവശാലും വടക്ക് കിഴക്ക് നഷ്ടപ്പെട്ടുകൊണ്ടൊരു വീട് ചെയ്യുന്നത് നല്ലതല്ല. അപ്പം ഈശാന കോണിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഇത് ക്വാൻ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാച്ചു ആണ്. ചൈനീസ് വാസ്തുവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണിത്. ഇത് ക്വാൻ കിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ചൈനീസ് കിങ് ആണ്. ഇദ്ദേഹം ഒരു വാളും കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ്. ഇത് മെയിൻ ഡോറിലേക്ക്, സ്ഥാപനത്തിൻ്റെയോ വീടിൻ്റെയോ മെയിൻ ഡോറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം വീട്ടിലേക്ക് കടന്നു വരാതെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ടൂള് നമുക്ക് ഉപയോഗിക്കാം. ലാഫിൻ ബുദ്ധ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാന ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കി ലാഫിൻ ബുദ്ധയെ വയ്ക്കാം. ഹോൾസ് സ്വീകരണ മുറിയുടെ സൗത്ത് വശത്ത് വയ്ക്കാം. ഫ്രോഗ് പ്രധാന ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി നിലത്ത് വയ്ക്കാം. ശ്രീബുദ്ധൻ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലിവിംഗ് റൂമിൽ വയ്ക്കാം. പഗോഡ ടവർ വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം. 5 എലമെന്റ് പഗോഡ യെല്ലോ സ്റ്റാർ 5 നിൽക്കുന്ന സ്ഥലത്ത് 2-5, 5-2 കോമ്പിനേഷനുള്ള സ്ഥലങ്ങളിൽ വയ്ക്കാം. ചിൽഡ്രൻസ് ബുദ്ധ കുട്ടികൾ ഇല്ലാത്ത കപ്പിൾസിന് അവരുടെ ബെഡ്റൂമിൻ്റെ വെസ്റ്റിൽ വയ്ക്കാം. 6 മെറ്റൽ കോയിൻസ്
ഇത് നമുക്ക് ഹെൽത്ത് മെച്ചപ്പെടുത്താൻ വേണ്ടി വീടിൻ്റെ സ്വീകരണങ്ങളുടെ കിഴക്ക് ഭാഗത്ത് ഹാങ് ചെയ്യാം. ചൈനീസ് കോയിൻ, ഗോൾഡും കോപ്പറും നമ്മളിലേക്ക് പൈസ വരാനും ആ പൈസയെ നിലനിർത്താനുമായി നമുക്കിത് സൂക്ഷിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സിമ്പിളുകളും ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.